ജ്യോതിഷ് ജ്യോതിഷ് എനിക്ക് നിന്നെ ഇപ്പൊ കാണണം. ജ്യോതിഷ് എനിക്ക് ഇപ്പൊ കാണണം. നീലാണെങ്കിൽ നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞു. അച്ഛൻ എന്നെ ഒരുപാട് തല്ലി. ജ്യോതിഷ് നീ എവിടെയാ? നിന്നെ ഇപ്പൊ എനിക്ക് പറ്റില്ല. എനിക്ക് നിന്നെ ഇപ്പൊ കാണണം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുവാ. നീ എവിടെയാ? നീ പെട്ടെന്ന് വാ. ഞാൻ കൂട്ടിക്കൊണ്ട് പോവാം. നീ ഒരു ദിവസം സാവകാശം താഴെ. ഞാനിപ്പോ ബസ് സ്റ്റോപ്പിലുണ്ട്. ഫോൺ പ്രാണാന്തം കലിയുദ്ധം അഹം വിഷ്ണോരവതാരം ആളിക്കത്തും സംഹാരം കൽക്കി. What a beautiful place. ചേട്ടാ ഒരു ചായ. ചേട്ടാ ഈ അഡ്രസ് പറഞ്ഞു. പ്രാണാന്തം കലിയുദ്ധം അഹം വിഷ്ണോരവതാരം. ഇംഗ്ലീഷ് അറിയാൻ നമ്മളെ കളിയാക്കുന്നോടാ. കാലത്ത് തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ പിങ്കിയുടെ കാര്യം. അവളുടെ വീട്ടിലെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇറങ്ങി വന്നു. ചേട്ടൻ ഇന്ന് എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും ഒന്ന് സെറ്റാക്കണം. ഞാൻ നാളെ രാവിലെ കാലത്ത് എന്തായാലും എത്തും. ഞാനിവിടെ ബാംഗ്ലൂരാണ്. ചേട്ടൻ വേറെ ആരും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ചേട്ടനെ വിളിച്ചത്.
പറയില്ല, ഞാൻ നാളെ രാവിലെ എന്തായാലും എത്തി. ഇന്നൊരു ദിവസത്തേക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒന്ന് വിശ്വസിച്ചേൽപ്പിക്കാൻ വേറെ ആരും ഇല്ല. അതാ അതിൻ്റെ കാര്യം നോക്കണ്ട. ഞാൻ അവളുടെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് ഓൾറെഡി. അവൾ ഓൾറെഡി ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കുന്നുണ്ട്. ചേട്ടൻ ഒന്ന് പോയി കൂട്ടിക്കൊണ്ട് വരണം പ്ലീസ് പ്ലീസ്. പറ്റില്ലെന്ന് പറയരുത് പ്ലീസ്. ഓക്കെ ഓക്കെ ശരി ശരി. അണ്ണാ അണ്ണന്റെ മുണ്ടിനെ പിടിച്ച് ചാക്കിലാക്കിണ്ട. ഭീമട്ടാ, നമുക്ക് ഇവനെ കരിങ്കോഴിനെ കൊണ്ട് കൊത്തിച്ചാലോ? ഏയ്, അതിലും വലിയൊരു കാര്യമുണ്ട്. നമുക്കൊരു പെണ്ണിനെ പോക്കണം. അണ്ണ അണ്ണന് വേണ്ടി ഞാൻ അവളെ ഒറ്റയ്ക്ക് പൊക്കിക്കൊണ്ട് വരട്ടെ? പോടാ, ഇതെൻ്റെ ജ്യോതിഷിൻ്റെ പെണ്ണ. അവനെന്തോ സംഭവിച്ചിട്ടുണ്ട്. അണ്ണാ തലയിൽ മോൽച്ചെപ്പി വെച്ചോണ്ടൊരു സാധനം താ നിക്കണ്. ഇതവള് തന്നെ ഗിരി പോയി വിളിച്ചോ. ശരി അണ്ണാ. നമ്മള് പൊക്കിനെ വേറെ തോന്നുന്ന പൊക്കി. വാടാ. ചേട്ടാ കാറിലൊന്നും തരാട്ടാ. എന്തിനാ മക്കളെ? അല്ല, എവിടെയോ കണ്ടൊരു പരിചയം. ആവശ്യം പനി വാങ്ങിച്ചു വിടണോ? അതെന്താ? ആ ഭീകരന്റെ പിന്നാലെ നിങ്ങളുടെയൊക്കെ നടപ്പ്. പനി വാങ്ങിച്ചു വിടണോ? ആളെ ഇപ്പൊ ഒന്ന് കാണാൻ പറ്റും. മാർക്കറ്റിൽ സുവർണ്ണന്റെ അടുത്ത് പോയി ചോദിച്ചാൽ മതി. ഞാൻ ഭീകരനെ അന്വേഷിച്ച് വന്നതാണ്. അവൻ എവിടെയുണ്ടെന്ന് നിനക്ക് മാത്രമേ അറിയൂ. നീ മര്യാദയ്ക്ക് പറയുന്നു, അതോ ഞാൻ ടൂൾസ് എടുക്കണം? छोटे छोटे पीसेस में काटा है, इससे भी छोटे पीस में काटने के लिए बोलना मत. എൻ്റെ പെണ്ണുമ്പിള്ള ഞാൻ ഈ നേരം വരെ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? तुम लोग उस भीगरन से मिलने आए हो? उसके पास आज तक जो भी गया है मैंने कभी उनको जिंदा नहीं देखा है. जाओ, उस फैक्ट्री में होगा, ढूंढो उसको. ഏത് ഫാക്ടറിയിൽ നിന്നാണെങ്കിലും അവൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും കൊച്ചിനെ നമ്മൾ പൊക്കിയിരിക്കും. കേട്ടെടുത്തോളം അവൻ ഒറ്റയ്ക്ക് നേരിടാൻ നമുക്ക് കഴിയില്ല. അതിനൊരു വഴിയുണ്ട്. ഭവാനി. अरे भवानी, तुझे मिलने को या 3-4 सालों में आएगा.
വരണം അമ്മച്ചി. ഒറ്റ എണ്ണം മതി. എന്തിനാണോ നിനക്കൊക്കെ തോക്ക്? ഇല്ല അമ്മച്ചി, പൊട്ടിക്കൂല. ഒരു ധൈര്യത്തിന്. 10. അച്ഛന് കൂടുതലല്ലേ അമ്മച്ചി? അമ്മച്ചി 5 ഇപ്പോൾ തരാം. 5 നാളെ. ഭീമേട്ടാ മുന്നേ പോ നീ എന്ത് വെച്ചാ എല്ലാരും പഠിക്കണം, ഞങ്ങൾ തന്നെ പഠിക്കുന്നു. പിങ്കി പിങ്കി പൊട്ടത്തിലേക്ക് ഇട്ടിടും. പിങ്കി ഒട്ടിക്ക് മര്യാദക്ക് പിങ്കി അല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. പറഞ്ഞോ. ബാംഗ്ലൂർ അവളെന്നെ ചതിച്ചു കിരിയേട്ടാ. അവക്ക് പ്രാന്താണ് ചേട്ടാ. അവക്ക് മാത്രല്ല, അവളുടെ അപ്പനും അമ്മയ്ക്കും ഒക്കെ പ്രാന്ത. ബസ് സ്റ്റോപ്പിൽ വെച്ച് അവളെന്നെ വിളിച്ച്. ജ്യോതിഷ്, യു ചീറ്റ്. നിന്റെ ബ്രദർ വരുമെന്ന് പറഞ്ഞിട്ട് നീയും വന്നില്ല, നിന്റെ ബ്രദറും വന്നില്ല. ഞാൻ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്തെന്ന് അറിയാവോ? അപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. ഞാനൊരു കുട്ടുവിനെ എടുക്കാൻ മറന്നുപോയി. ആ കുട്ടു, മൈ ടെഡി, ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്, അവനില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവനെ എടുക്കാൻ ഞാൻ വീട്ടിൽ പോയി. പിന്നെ എൻ്റെ മൂഡ് പോയി. ഇപ്പോൾ ഞാൻ എൻ്റെ പപ്പയുടെയും മമ്മയുടെയും കൂടെ പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ഈ ഒളിച്ചോട്ടം വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചാലോ? എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് അങ്ങനെ അങ്ങ് പോയാലോ?